നാട്ടിനു പോകുമ്പോഴും ഭരണങ്ങൾ അണിഞ്ഞു വേണം. പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തോറ്റപ്പാട്ട്. ഇപ്പോൾ മധുആശാൻ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹമാണ് ഇവിടെ തോറ്റമ്പാട്ടിന് നേതൃത്വം നൽകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ തോറ്റമ്പാട്ടിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളുമൊക്കെ. ക്ഷേത്രത്തിൽ നമ്മൾ ഒന്നാം ഉത്സവ ദേവി നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പാടി ആവാഹിച്ച് ശ്രീകോവിലിനകത്ത് ഉടവാളിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ദേവിയുടെ കഥയെടുത്ത് പാടും. മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ ദേവിയുടെ തൃക്കല്യാണം. ഇത് മാലപ്പുറം പാട്ടെന്ന് പറയും. വെളുപ്പിലെ 3 മണിക്കാണ് മാലപ്പുറം ചടങ്ങ് നടക്കുന്നത്. അത് കഴിഞ്ഞ് മാല വെച്ചിട്ട് ദേവിയുടെ ഭർത്താവ് ചിലമ്പ് മാണ്യം വിൽക്കാൻ വേണ്ടി തട്ടാൻ്റെ നാട്ടിൽ പോകുമ്പോൾ തട്ടാന്മാർ കള്ളനെന്ന് മുദ്രകുത്തി പാണ്ഡ്യരാജാവിൻ്റെ മുമ്പിലെത്തിക്കും. പാണ്ഡ്യരാജാവ് കള്ളനെന്ന് മുദ്രകുത്തി വധിക്കാൻ വേണ്ടി കൽപ്പിക്കും. അങ്ങനെ 6-ൻ്റെ അന്ന് രാത്രി 1 മണിക്ക് ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 7-ൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് ദേവിയുടെ ഭർത്താവിനെ തോറ്റി 7:30 മണിക്ക് ക്ഷേത്രം തുറക്കുകയുള്ളൂ. ദുഃഖസൂചകമായി 7 തുറക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ദേവിയുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ പ്രതികാര ദേവി 9-ൻ്റെ അന്ന് പാണ്ഡ്യരാജനെ വധിച്ചുകൊണ്ട് പണ്ടാരയുടെ ഭിത്തി എത്തിക്കും. ഭക്തങ്ങളെ സന്തോഷം ആഘോഷിക്കും. 10ാം ഉത്സവം നമ്മൾ ദേവിയെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടികളെ കൊടുങ്ങല്ലൂർ സങ്കല്പിക്കും ആക്കും. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. ക്ഷേത്രത്തിൽ പാടി കഴിഞ്ഞ എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ അച്ഛൻ കൊച്ചനാശാൻ എന്ന് പറയും. കൊച്ചനാശാൻ്റെ കാലം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ഗോവിന്ദനാശാനാണ്. ഗോവിന്ദനാശാൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനായ എന്നെ ചുമതല തരികയും ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തെ ഉത്സവത്തോടെ 41 ദിവസത്തെ വ്രതം എടുക്കും. വ്രതം എടുത്താണ് കോലി വരുന്നത്. പിന്നെ പാട്ട് ഒരു 8 പാട്ട് തുടങ്ങിയ പാട്ട് തീർന്നേ വീട്ടിൽ പോവുള്ളൂ. 10 ദിവസം ഇവിടെ ഉണ്ടാവും. എത്ര വർഷമായി ഈ തോറ്റമ്പാട്ടിൽ? ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു 12-13 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ പാട്ട് ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ കേട്ടാണ് പഠിക്കുന്നത്. ഇതിന് ഗ്രന്ഥമില്ല, എഴുതി പഠിച്ചുകൂടാ. അപ്പോൾ അങ്ങനെ പറയും നടന്ന് ദേവിയുടെ അനുഗ്രഹവും എൻ്റെ ഗുരുവായ അച്ഛൻ്റെയൊക്കെ അനുഭവത്തിൽ പാടാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതാണ് സത്യം. മുഴുവൻ കഥകൾ ഈ 10 ദിവസം കൊണ്ട് പാടി തീർക്കണം അല്ലേ? ഈ കഥ 10 ദിവസം കൊണ്ട് പാടി തീർക്കണം. ഇത് ഓരോ ദിവസത്തെ കഥയുടെ ഭാഗമുണ്ട്. ചിലപ്പോൾ രാവിലെ 7 മണി തുടങ്ങിയാൽ ഉച്ചയ്ക്ക് 1 മണി വരെ കാണും, ചില 12 മണി വരെ കാണും. പിന്നെ രാത്രി നമ്മൾ 1 മണിക്ക് ശേഷം പാടുള്ളൂ. ആ 1 മണിക്ക് ശേഷം ഇരുന്നാൽ ചില 3-3:30 വെളുക്ക ഇങ്ങനെ പാടേണ്ടി വരും. കഥയുടെ ഭാഗത്തും അവിടെ നിർത്തുള്ളൂ. ഉറക്കമില്ലാതെ പാട്ട് പാടി ദേവി ഉറക്കം കുറവാണ്. ഇവിടെയും കൊഞ്ചറുള്ളയും നമ്മൾ ഈ രാത്രി 1 മണിക്ക് ശേഷം പാടുള്ളൂ. അപ്പോൾ അച്ഛൻ പാടിക്കൊടുന്ന 4 ക്ഷേത്ര കുടുംബപരമായിട്ട്, 1 ആറ്റുകൽ ക്ഷേത്രം, 2 കൊഞ്ചറുള്ള ദേവീക്ഷേത്രം, 3 നമ്മൾ മുക്കോലയ്ക്ക് മണക്കാട് മുക്കോലയ്ക്കൽ ക്ഷേത്രം, പഴഞ്ചിറ, ഈ 4 ക്ഷേത്രം പാരമ്പര്യമായിട്ട് പാടിക്കണം. ഇതിനുപരി കൊട്ടാരക്കര പുത്തൂരെന്നൊരു ക്ഷേത്രമുണ്ട്, അവിടെ നമ്മൾ പാടുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ കൂടെ പണ്ട് 13-ാം വയസ്സിലൂടെ എത്തിയാണ്. 13-14 വയസ്സ് മുതൽ ഇങ്ങനെ പുറകെ വന്ന് കേട്ട് പഠിച്ചാണ് ഇങ്ങനെ ഇപ്പോൾ ഇത് പാടാൻ വേണ്ടി സാധിച്ചത്. ആ സമയത്തുള്ളൊരു ഓർമ്മകൾ എങ്ങനെയാണ് ഈ ആറ്റുകാൽ അമ്പലവുമായി ബന്ധപ്പെട്ട്? ആ സമയത്തൊക്കെ തിരക്കുണ്ട് എങ്കിലും ഇത്ര തിരക്ക് അപ്പോഴൊന്നും ഇല്ലായിരുന്നെങ്കിലും കുറേശ്ശെ വർദ്ധിച്ചു. നല്ല തിരക്കാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ആൾക്കാരുടെ എണ്ണം കൂടി കിട്ടും. മാറ്റം വരും. ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇത് എന്തൊക്കെ വാദ്യോപകരണങ്ങളാണ് ഈ തോറ്റമ്പാട്ടിന് ഉപയോഗിക്കുന്നത്? നമ്മൾ ചിഞ്ചി എന്ന് പറയും താളം. ആ താളം തട്ടിയാണ് നമ്മൾ പാടുന്നത്. കാപ്പ് കെട്ടി കുടിയിരുത്തിയ ഭഗവതിയെ കാപ്പയച്ച് കൊടുങ്ങല്ലൂരിൽ കുടിയിരുത്തുന്നതോടെയാണ് ഈ തോറ്റമ്പാട്ട് അവസാനിക്കുക. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.